ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടും 4 മീറ്ററിൽ താഴെയുള്ള കോമ്പാക്ട് SUV. ഇപ്പം സാധാരണ ആളുകൾ പ്രധാനമായിട്ടും ഈ കോമ്പാക്ട് SUV ആണ് കൂടുതൽ കാരണം ഈ കോമ്പാക്ട് SUV പൊതുവെ വലിയ SUVയേക്കാൾ ചെറുതാണ്. ഒരുമാതിരിയുള്ള ചെറിയ റോഡുകളിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. തന്നെയല്ല, ഒരു SUV എടുത്തുള്ളൊരു ഫീലുണ്ട്. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, സീറ്റിംഗ്, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ആളുകൾ ഇപ്പോൾ കൂടുതൽ കോമ്പാക്ട് SUVയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ 3 വാഹനത്തിൽ ഏതെടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ 4, 5, 6 വാഹനങ്ങളുണ്ട് ഈ ഒരു ഗണത്തിൽപ്പെട്ടത്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ 3 വാഹനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സെയിൽസിൽ ഏറ്റവും കഴിഞ്ഞ മാർച്ചിൽ വന്നത് നെക്സോൺ ആണ്. അതുപോലെ രണ്ടാമത് വന്നത് ബ്രസയാണ്. മൂന്നാമത് കിയ സോണറ്റ് ആണ് വന്നത്. അപ്പം ഈ വെന്യൂ എന്നുള്ളത് കിയ സോണറ്റിന്റെ ഏകദേശം ഒരേ എഞ്ചിൻ വരുന്ന പാരന്റ് കമ്പനി ആയതുകൊണ്ടാണ് വെന്യൂവിനെ പറ്റി പറയാത്തത്. വെന്യൂ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള ഒരു മോഡൽ തന്നെയാണ്. 4 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങളാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഡയമെൻഷനിൽ നിന്ന് തുടങ്ങാം. താഴെ വന്ന് നിങ്ങളുടേതായ രീതിയിൽ കമന്റ് ചെയ്യാം. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3 വാഹനങ്ങൾക്ക് 3995 മില്ലിമീറ്റർ ആണ്. അതായത് 4 മീറ്ററിൽ ഒരു 5 മില്ലിമീറ്റർ കുറവാണ്. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നെക്സോൺ ആണ് കൂടുതലുള്ളത്, 1804 മില്ലിമീറ്റർ ആണ്. ബാക്കി 2 വാഹനങ്ങൾക്കും 1790 മില്ലിമീറ്റർ ആണ് വിഡ്ത്ത് ഉള്ളത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ബ്രസയ്ക്കാണ് കൂടുതൽ ഹൈറ്റ് ഉള്ളത്. ഏകദേശം ഒരു 1685 മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ട്. നെക്സോണും സോണറ്റിനും നോക്കിയാൽ കുറച്ച് കുറവാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സേഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയ ഏറ്റവും സേഫ്റ്റി ഉള്ള വാഹനം നമ്മുടെ നെക്സോൺ തന്നെയാണ്. എന്ന് വെച്ച് ബ്രസ സേഫ്റ്റി കുറവൊന്നുമല്ല, 4 സ്റ്റാർ ഉണ്ട് ഗ്ലോബൽ എൻക്യാപ്പിൽ. സോണറ്റ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. വെന്യൂവിന് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയതുകൊണ്ട് തന്നെ കിയ സോണറ്റിനും ഭാരത് എൻക്യാപ്പിൽ സേഫ്റ്റി ടെസ്റ്റിംഗ് നടക്കുകയാണെങ്കിൽ 5 സ്റ്റാർ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഇതിൻ്റെ മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് ബ്രസയ്ക്ക് കമ്പനി പറയുന്നത് പെട്രോൾ എഞ്ചിനിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 4 സിലിണ്ടർ എഞ്ചിന്, ഇതിനകത്ത് 19.8 കിലോമീറ്റർ മൈലേജ് ബ്രസയ്ക്ക് പറയുന്നുണ്ട്. ഇതിന് റിയൽ ലൈഫിൽ ഒരു സിറ്റിയിൽ 13 തൊട്ട് 15 വരെയും, ലോങ്ങിൽ നോക്കുകയാണെങ്കിൽ ഒരു 15 തൊട്ട് 18 വരെയൊക്കെയാണ് ആളുകൾ ഈ ബ്രസയ്ക്ക് മൈലേജ് പറയുന്നത്. ഇനി നെക്സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സോണിന് പൊതുവെ മൈലേജ് കുറവാണ്. കാരണം ഈ 3 വാഹനങ്ങളിലും വെയിറ്റ് കൂടുതലുള്ള വാഹനം നെക്സോൺ ആണ്. വെയിറ്റ് കുറവുള്ള വാഹനം ബ്രസയാണ്. 1150 കിലോ മാത്രമേ ഉള്ളൂ. അൺലാഡൻ വെയിറ്റ് ആണ്, അതായത് ആരും കയറി ഇരിക്കാതെ വണ്ടിയുടെ മാത്രം വെയിറ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ 1340 കിലോഗ്രാം വെയിറ്റുള്ള നെക്സോണിന് സിറ്റിയിൽ ഒരു 10 തൊട്ട് 13 വരെ മാത്രമേ മൈലേജ് കിട്ടുകയുള്ളൂ. ലോങ് പോവുകയാണെങ്കിൽ പെട്രോളിൻ്റെ കാര്യമാണ് പറയുന്നത്, 15 തൊട്ട് 17 വരെയൊക്കെ മൈലേജ് ലോങ്ങിൽ ഹൈവേയിലൊക്കെ കിട്ടാം. നമ്മുടെ കിയ സോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയ സോണറ്റും അത്യാവശ്യം വെയിറ്റുള്ള വാഹനമാണ്. 1280 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ മൈലേജും ഏകദേശം നെക്സോൺ പോലെയാണ്. എന്നാലും 1 കിലോമീറ്ററൊക്കെ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കാം. 11 തൊട്ട് 13 വരെ സിറ്റിയിലും, ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ 17 തൊട്ട് 18 വരെയൊക്കെ പെട്രോളിൽ മൈലേജ് കിട്ടിയേക്കാം. ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സോൺ ആണെങ്കിൽ സിറ്റിയിൽ 14 തൊട്ട് 15 വരെയും, ലോങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ 20 വരെയൊക്കെ മൈലേജ് ഡീസലിന് കിട്ടാം. അതുപോലെ സോണറ്റിൻ്റെ കാര്യം എടുത്താൽ അതുപോലെയൊക്കെ തന്നെയാണ്. സിറ്റിയിൽ 13, 14, 15, ലോങ്ങിലൊക്കെ പോയാൽ 18, 20 വരെയൊക്കെ കിട്ടാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എൻജിൻ നോക്കുകയാണെങ്കിൽ ബ്രസയുടെ എൻജിൻ വരുന്നത് 1.5 ലിറ്റർ എൻജിനാണ് വരുന്നത്. 1.5 ലിറ്റർ എൻജിനാണ്. അത്യാവശ്യം സൈലന്റ് സ്മൂത്ത് എൻജിനാണ്. വണ്ടി നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഉള്ളിരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ഒരു സൗണ്ടും പ്രത്യേകിച്ച് കേൾക്കില്ല. നമുക്ക് വീണ്ടും കീ ഇട്ട് തുറക്കേണ്ട, ചാവി ഇടേണ്ട അവസ്ഥകളൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. അത്രയ്ക്ക് സൈലന്റ് ആയിട്ടുള്ള സ്മൂത്ത് എഞ്ചിനാണ്. പക്ഷേ നെക്സോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3 സിലിണ്ടർ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗണ്ട്, ഇപ്പോൾ പുതിയ വേഷനൊക്കെ ഇറങ്ങിയപ്പോൾ സൗണ്ട് കുറച്ച് കുറവാണ് താരതമ്യേനെ. പക്ഷെ എന്നാലും കമ്പയർഡ് ടു ബ്രസ കുറച്ച് സൗണ്ട് കൂടുതലാണ്. ഡീസൽ എഞ്ചിനാണെങ്കിലും ഓട്ടോമാറ്റിക്കലി സൗണ്ട് കൂടുതലാണ്. 1.5 ലിറ്റർ ആണ് ഡീസൽ എഞ്ചിൻ വരുന്നത്. ഇനി കിയ സോണറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കമ്പയർഡ് ടു ബ്രസ സൗണ്ട് ഇച്ചിരി കൂടുതലാണ്. 1 ലിറ്റർ ടർബോ എഞ്ചിനുണ്ട്, 1.2 ലിറ്റർ എഞ്ചിനുമുണ്ട്, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമുണ്ട്. ഇപ്പോൾ കമ്പയർഡ് ടു ബ്രസ ഇച്ചിരി സൗണ്ട് കൂടുതലാണ്. പക്ഷേ ടാറ്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ അത്ര സൗണ്ട് ഇവിടെ വരുന്നുമില്ല. ഇനി
ഇതിൽ ഏറ്റവും സെയിൽ നടക്കാനുള്ള ഒരു പ്രധാന കാരണം നെക്സോൺ വരാനുള്ള കാര്യം, ഇപ്പോൾ ഒരു ഷോറൂമിൽ നിങ്ങൾ ചെല്ലുകയാണ്, നിങ്ങൾ പഞ്ച് എടുക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ നെക്സോണിൻ്റെയൊക്കെ വില മാനുവലിൽ നോക്കുകയാണെങ്കിൽ 9 ലക്ഷം മാത്രമേ വില വരുന്നുള്ളൂ. അത് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഓഫറൊക്കെ ഉണ്ടെങ്കിൽ 8,75,000 കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ബലേനോ എടുക്കുന്ന വിലയ്ക്ക് നെക്സോൺ എന്നുള്ള കുറച്ചുകൂടെ വലിയ വാഹനത്തിൻ്റെ മാനുവൽ വേരിയൻറ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കിലേക്ക് പോകണമെങ്കിൽ 10.5 ലക്ഷം ആകും. എങ്കിലും ഇതിൻ്റെ സെയിൽസിൽ കൂടുതൽ വരാനുള്ള ഒരു കാരണം ഇതിൻ്റെ വില ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രസ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് മോഡലിന് 9.5 ലക്ഷം 9.7 ലക്ഷം ഒക്കെ വില വരുന്നുണ്ട്. 70,000 രൂപയുടെ കൂടുതലുണ്ട്. അതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിലാണ് വ്യത്യാസം. 12.5 ലക്ഷത്തോളം വില വരുന്നുണ്ട് ബ്രസയുടെ ഓട്ടോമാറ്റിക്. അപ്പോൾ ആ ഒരു വില അത്രയും വരുന്നതുകൊണ്ട് തന്നെയാണ് നെക്സോണിൻ്റെ സെയിൽസിൻ്റെ ഫിഗർ കുറച്ച് കൂടാനുള്ള കാരണം. പിന്നെ മറ്റൊന്ന് സേഫ്റ്റി തന്നെയാണ്. പിന്നെ ആ ഒരു സേഫ്റ്റി, റൈഡിങ്ങിലുള്ള ആ ഒരു ഹാൻഡ്ലിംഗ് മികവൊക്കെ തന്നെയാണ് ഈ ഒരു നെക്സോണെ കൂടുതൽ ജനപ്രിയമാക്കുന്നത്. ബ്രസ എൻജിൻ പെർഫെക്റ്റ് എൻജിനാണ്. ഇപ്പോൾ എൻജിൻ്റെ കാര്യത്തിലും അത്യാവശ്യം സേഫ്റ്റിയുടെ കാര്യത്തിലും അതുപോലെ സ്പേസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ മികച്ച ഒരു സ്പേസിങ് ബ്രസ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ സോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരത് എൻക്യാപ്പിൽ വെന്യൂവിന് 5 സ്റ്റാർ കിട്ടിയതിനെ കൊണ്ട് തന്നെ ഇതിന് 5 സ്റ്റാർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മാനുവൽ ബേസ് മോഡൽ എടുക്കണമെങ്കിൽ 9.30,000 രൂപ നമ്മൾ ഈ ഒരു മാനുവൽ ബേസ് മോഡലിന് കൊടുക്കണം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 11,50,000 രൂപ കൊടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സോൺ ഒരു മികച്ചു നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൈസിങ് തന്നെയാണ്. പ്രൈസിങ്ങിൽ ആ വലിപ്പമുള്ള ഒരു വണ്ടി കിട്ടുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ വിൽക്കാനുള്ള സമയത്ത് നെക്സോൺ എന്തായാലും മറ്റുള്ള ഈ ബ്രസേക്കാളൊക്കെ നോക്കുമ്പോൾ ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷമെങ്കിലും കുറവേ നിങ്ങൾ റീസെയിൽ സമയത്ത് കിട്ടുകയുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ ഭേദമായിട്ട് സോണറ്റിന് കമ്പയർഡ് ടു ബ്രസ ഇച്ചിരിയും കൂടെയൊക്കെ റീസെയിൽ വാല്യൂ കിട്ടും. പക്ഷെ റീസെയിൽ വാല്യൂ, പെർഫെക്റ്റ് എൻജിൻ, റിലയബിൾ എൻജിൻ, അതുപോലെ സർവീസ് തലവേദനയില്ലാത്ത സർവീസ്, ഇതെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രസയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 12.5 ലക്ഷമെങ്കിലും വേണം. അതുപോലെ മാനുവലാണ് നിങ്ങൾക്ക് ഓടിക്കാൻ തയ്യാറാണെങ്കിൽ 9.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ബ്രസ എടുക്കാം, ബ്രസയുടെ മാനുവൽ എടുക്കാം. നിങ്ങൾ ലോൺ ഇട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് എടുക്കുകയാണെങ്കിൽ മാസം അത്രയും കുറഞ്ഞ തുക നിങ്ങൾക്ക് EMI വരികയുള്ളൂ. പിന്നെ നെക്സോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 9 ലക്ഷത്തിന് മാനുവൽ ബേസ് മോഡൽ എടുക്കാം. ബേസ് മോഡലിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രസയ്ക്കും അതുപോലെ നെക്സോണും ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വെക്കേണ്ടി വരും. അത് കമ്പയർഡ് ടു ബ്രസ ആൻഡ് നെക്സോൺ നമ്മുടെ കിയ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. മികച്ച ഒരു ഇൻറ്റീരിയർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ബാക്കിയെല്ലാം സൈസൊക്കെ ഏകദേശം ഒരേ വണ്ടിയാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ്. റീസെയിൽ വാല്യൂ, മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രസയിലേക്ക് പോകാം. സേഫ്റ്റി ആൻഡ് ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നെക്സോണിലേക്ക് പോകാം. കുറച്ചും കൂടെ ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ഫീച്ചേഴ്സ് കിട്ടാനും അതുപോലെ അത്യാവശ്യം കാണാൻ ലുക്കുള്ള ഒരു വണ്ടിയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിയ സോണറ്റിലേക്ക് പോകാം. അല്ലെങ്കിൽ വെന്യൂ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വരുന്ന വണ്ടിയാണ് കൈലാക്ക്, സ്കോഡ കൈലാക്ക്, അതുപോലെ മഹേന്ദ്ര 3XO. മഹേന്ദ്ര 3XO വളരെ മികച്ച വണ്ടിയാണ്. ഡീസലിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് വാഹനം മേടിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം ഏതാണെങ്കിൽ അങ്ങനെ എടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.